സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi. മലയോരത്തെ കൃഷിഭൂമിയിൽ നിന്നും കർഷകരെ കുടിയിറക്കുന്നതിന് വന്യമൃഗങ്ങളെ ജൈവായുധമാക്കുന്നതായി കിഫ സംസ്ഥാന ചെയർമാൻ അലക്സ് ഒഴികയിൽ. കാളികാവ് ബ്ലോക്ക് തലത്തിൽ മലയോര സംരക്ഷണ സമിതി നടത്തിയ ബഹുജന ധർണയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. വന്യജീവി സംരക്ഷണ നിയമം വനത്തിൽ നിജപ്പെടുത്തണമെന്നും ജനവാസ കേന്ദ്രത്തിലെ നിയമം ജനങ്ങളെ സംരക്ഷിക്കുന്നതുമാകണം. വന്യമൃഗശല്യം കാരണം മലയോരത്ത് 50% കർഷകരും കൃഷി ഉപേക്ഷിക്കുകയോ കുടിയിറങ്ങുകയോ ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന വിലയ്ക്ക് ഭൂമി വിറ്റ് പലരും മലയോരം വിട്ടു. വന്യമൃഗശല്യം സഹിക്കാതായതാണ് പ്രധാന കാരണം. ഒരു തരത്തിലുള്ള കൃഷിയും വിത്തിട്ടാൽ കൊയ്തെടുക്കാമെന്ന ഉറപ്പില്ല. കേരളത്തിലെ മലയോര മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത് നിർബന്ധപൂർവമല്ലാത്ത ഒരു കുടിയൊഴിപ്പിക്കലാണ്. കർഷകരെ ഒഴിപ്പിക്കുക, വനം വളർത്തുക എന്നുള്ള ഒരു വളരെ വലിയ ഗൂഢപദ്ധതി ഇതിന് പുറകിലുണ്ട്. അത് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2009 തുടങ്ങിയ 2011 വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മുഖേന വന്ന പശ്ചിമഘട്ടത്തിന്റെ ലോക പൈതൃക പദവിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ്. 2011 പശ്ചിമഘട്ടത്തിന് ലോക പൈതൃക പദവി നൽകിയപ്പോൾ യുനെസ്കോ പറഞ്ഞ പ്രധാനപ്പെട്ട കണ്ടീഷൻ പശ്ചിമഘട്ടത്തിലെ വനത്തിന് തുടർച്ചയുണ്ടാവണമെന്നുള്ളതാണ്. അതായത് 6 സംസ്ഥാനങ്ങളിൽ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ വനത്തിന് ഇടതൂർന്ന വനം, ഇടയ്ക്ക് ഉള്ള മനുഷ്യവാസ മേഖലകൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് സിംഗിൾ സ്ട്രെച്ചിൽ വനം വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ പല തലത്തിലും അത് മുറിഞ്ഞിട്ടുണ്ട്. അവിടെ ജനവാസ കേന്ദ്രങ്ങളുണ്ട്. അവരെയൊക്കെ പണം കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ ഉപയോഗിച്ച്, വന്യമൃഗങ്ങൾ എന്ന ജൈവ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പാലായനം നടത്താൻ കർഷകരെ പ്രേരിപ്പിച്ചുകൊണ്ട് വനം വളർത്തുക എന്നുള്ളതാണ് ഇതിന്റെ പുറകിലെ ഗൂഢാലോചന. ആ ഒരു ഗൂഢാലോചന കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് ജനിച്ച മണ്ണിൽ അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം കർഷകർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് കിഫയുടെ നിലപാട്. നിർബന്ധപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്നും കിഫ ചെയർമാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട്. നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം 2025. ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ. ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക്. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.